ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, മഹദിയുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെക്കാൾ ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ച മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളായി, മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോളായി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട്. ഫാത്തിമ ബീവി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവിയോട്. മാത്രമല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അങ്ങനെ തന്നെയായിരുന്നു. പ്രവാചകൻ തന്റെ പിതാവ് എന്ന സ്നേഹത്തിന്റെ അപ്പുറം ലോകത്തിന്റെ പ്രവാചകൻ, നായകൻ എന്നതിലുപരിയുള്ള ഒരു സ്നേഹം കൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു മഹബത്ത് കൂടുതലായിരുന്നു. എന്റെ പ്രവാചകരാണല്ലോ, ലോകത്തിന്റെ നേതാവാണല്ലോ എന്നൊരു സ്നേഹം കൂടെ ഫാത്തിമ ബീവിക്ക് ഉണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം ശരീരത്തിന് വേദനിച്ചതുപോലെ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട പിതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയമുള്ളവരെ, തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. പിതാവിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ തന്റെ ശരീരത്തിന് വേദനിക്കുന്നത് പോലെ പടച്ചവനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് വല്ലാതെ സങ്കടപ്പെടുമായിരുന്നു, വല്ലാതെ വേദനിക്കുമായിരുന്നു. അവിടുന്ന് കൊച്ചുകുട്ടികളെ പോലെ കരയുമായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാ പടച്ചവനെ ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത വിഷമമായി. ഫാത്തിമ ബീവി ഒരുപാട് നടക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അവസാനം അതാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന കാഴ്ച എങ്ങനെയാണെന്നറിയോ? പടച്ചവനെ, കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവിടുന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി നോക്കുമ്പോ പടച്ചവനെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ ഇങ്ങനെ കഴുത്തിലൂടെ ചീഞ്ഞ കുടൽമാല എടുത്തിട്ട് കൊണ്ട് അവിടുന്ന് ശത്രുക്കൾ ആക്രമിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് എണീക്കാൻ കഴിയുന്നില്ലല്ലോ. പ്രവാചകർ ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാണ്. എന്റെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഓടി വരികയാണ്. പടച്ചവനെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്ന് തല ഉയർത്താൻ വരെ കഴിയുന്നില്ല. ആ ഫാത്തിമ എന്ന പൊന്നുമോൾ അവിടുന്ന് പൊട്ടിക്കരയുകയാണല്ലോ. ഇവിടെയാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. ഇവിടെയാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാഹുവേ, തന്റെ ശരീരത്തിന് വേദനിച്ചപ്പോൾ, മുത്തുനബിയുടെ ശരീരത്തിന് വേദനിച്ചപ്പോൾ തന്റെ ശരീരത്തിന് വേദന വന്നതുപോലെ ഫാത്തിമ കരയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അങ്ങനെയായിരുന്നു. വല്ലാത്ത വേദനയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പിതാവ്, ആ പിതാവിനോടുള്ള വല്ലാത്ത സ്നേഹം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് തിരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കഴിഞ്ഞ പിന്നെ റസൂലുള്ളാഹിക്ക് സ്നേഹം അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ വല്ലാത്ത സൗന്ദര്യമായിരുന്നു ഫാത്തിമ ബീവിയെ കാണാൻ. എന്തൊരു സൗന്ദര്യമായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തെ പറയാറുള്ളത്. ചില ഈ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് മിസ്രിലെ പെണ്ണുങ്ങൾ മുഴുവനും അവിടുത്തെ കൈ മുറിച്ചു എന്ന ചരിത്രം നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. മഹാന്മാരെ കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ചൊക്കെ. ആ കയ്യ മുറിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം വെളിയെ കണ്ടത് കൊണ്ടാണ് അല്ലേ? സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് യൂസുഫിനോട് വല്ലാത്ത സ്നേഹം തോന്നി. അവിടുന്ന് കയറി പിടിച്ചു. ആ മിസ്രിന്റെ കൊട്ടാരത്തിന്റെ പരിധി മുഴുവനും അത് പരന്നു. എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞു, അയ്യ കൊട്ടാരത്തിലെ പെണ്ണ് ചെയ്തു അത്രേ, തെറ്റ് ചെയ്തു അത്രേ അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ സൗന്ദര്യം ഈ പറയപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കാൻ സുലൈഖ ബീവി ഒരിക്കല് എല്ലാവരെയും വിളിച്ചു വരുത്തി. അവരെല്ലാവരും കയ്യിലൊരു കത്തിയും മാപ്പിളും കൊടുത്തു. അവർ കയ്യെ മുറിച്ചു. വിശാലമായ ചരിത്രമാണ്. നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു സംഭവത്തെ കുറിച്ച് ആ സ്ത്രീകൾക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ ഒരിക്കലും തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതായിരുന്നു. ചില ശബ്ദങ്ങൾ ഈ ഭൂമി സഞ്ചരിക്കുന്നതിൽ ശാസ്ത്രത്തിന്റെ വളർച്ച കണക്കെന്താണ്? ശാസ്ത്രം പറയുന്നത് ഇവിടെ വല്ലാത്ത ശബ്ദങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. ആ ശബ്ദം കേൾക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? അത് ശ്രവിക്കാനുള്ള ശക്തി നമ്മുടെ കേൾവിക്കില്ല. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹിന്റെ അതിയായ സൗന്ദര്യമായിരുന്നു. നമ്മളെങ്ങാനും കണ്ടാൽ തന്നെ നമുക്കത് വല്ലാത്തൊരു പൗര്യം പോലെ നമുക്ക് തോന്നും. ഇത് കഴിഞ്ഞ് അതിലുപരിയാണ് റസൂലുള്ളാഹിന്റെ സൗന്ദര്യം. നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള സൗന്ദര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടെന്ന് അല്ലാഹു തആല ആ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ, ആ റൗള കാണാൻ, മുത്തുനബിയെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ആമീൻ പറ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത ജീവിതത്തിൽ വല്ലാത്ത സൗകര്യത്തോടു കൂടെ, വല്ലാത്ത വിഷമത്തോടു കൂടെ, ആനന്ദത്തോടു കൂടെ എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ കടന്നു പോകുമ്പോ ഒരുപാട് സമ്പന്നരായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളായ ഫാത്തിമ ബിയെ വിവാഹം അന്വേഷിച്ചിട്ട് കടന്നു വരുന്നുണ്ടായി. വല്ലാത്ത സൗന്ദര്യമായിരുന്നു. ഒരുപാട് പണക്കാരായ സ്വഹാബത്തുണ്ട്, സമ്പന്നരായ ആളുകളുണ്ട്. ഇവരെല്ലാവരും കടന്നു വന്നിട്ട് ഫാത്തിമ ബിയെ വിവാഹം അന്വേഷിക്കാൻ അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമാനെ വിവാഹം കഴിക്കാനായിട്ടില്ല. പടച്ചവനെ ഒരുപാട് അധികാരമുള്ള, പവറുള്ള, സൗന്ദര്യമുള്ള, സമ്പത്തുള്ള ഒരുപാട് ആളുകൾ കടന്നു വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, അവിടുത്തെ പൊന്നുമോളായ ഫാത്തിമാനെ ഞങ്ങൾക്ക് വിവാഹം ചെയ്തു തരുമോ? ഞങ്ങൾക്കൊന്ന് വിവാഹം ചെയ്തു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടെല്ലാം പറയുന്നു, അതിന്റെ സമയമായിട്ടില്ല, അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടില്ല, അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടില്ല. അത് വന്നാലല്ലാതെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഞാൻ വിവാഹം ചെയ്യില്ലെന്ന്, വിവാഹം കഴിച്ചു കൊടുക്കില്ലെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ അല്ലാഹുവേ, ദിവസങ്ങൾ കടന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അതാ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവിടത്തെ പൊന്നുമോളുണ്ടല്ലോ, അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമ ബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചർച്ചയിലായിരുന്നു. വിവാഹത്തിന്റെ നിശ്ചയ ദിവസമായിരുന്നു. എവിടെയാണെന്നറിയോ? സ്വർഗത്തിലാണ് നബിയേ. സ്വർഗത്തിൽ എവിടെയാണെന്നറിയോ? അങ്ങയുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ പൊന്നുമോള് ഫാത്തിമയുടെ നിക്കാഹിനെ കുറിച്ചുള്ള ചർച്ചകൾ എവിടെയാണെന്നറിയോ? പഠിച്ചവനെ, സ്വർഗത്തില് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ വെച്ചിട്ട് ആ കൊട്ടാരത്തിലെ റാണിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നേതൃത്വത്തില് അതാ പഠിച്ചവനെ അവിടുന്ന് വലിയ ചർച്ച ഇങ്ങനെ നടക്കുകയാ.
എന്നതാ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചർച്ച നടന്നു നബിയെ, ആരാണ് വരനെന്ന് മുത്തുനബി ചോദിക്കുകയാ. അവിടുന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അവിടുത്തെ പുതിയാപ്പള ആരാണെന്നറിയോ, വരനാരാണെന്നറിയോ? അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു തആല അൻഹുവാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമല്ലോ, വീരപ്പുലി എന്നോരോ പേരുള്ള വിനീതർ സരസമ്പൂർണരേ, പാരിൽ നന്മകൾ ഉയർത്താനായി പൂവീതർ കാട്ടാനായി നേരിൽ നടന്ന പടയാളരേ. വീരപ്പുലിയാണ് അലി റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ, സാരസമ്പൂർണമായ ശൈലിയിൽ നടന്ന മഹാനാണല്ലോ. ഈ പ്രപഞ്ചത്തില് നേരറിവ് കാട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ പടയോട്ടം നടത്തിയ പുലിയാണ് അലി റളിയല്ലാഹു തആല അൻഹു. ആ അലിയാണ് പ്രിയപ്പെട്ട ഭർത്താവെന്ന് പറയുമ്പോൾ അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. എന്റെ പൊന്നുമോളെ വിവാഹം കഴിക്കുന്നത് അലിയാണ്, എന്റെ പൊന്നുമോളെ പുതിയാപ്പള അലിയാണെന്നറിയുമ്പോ പഠിച്ചവനെ റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷം കടന്നു വരികയാണ്. അലിയെ കുറിച്ചിട്ട് റസൂലുള്ളാഹിക്ക് അറിയാം. അലിയാരെ തങ്ങൾക്ക് അദബ് പഠിപ്പിച്ചത് റസൂലുള്ളയാണ്, ഈമാന് പറഞ്ഞു കൊടുത്തത് റസൂലുള്ളയാണ്. പടച്ച റബ്ബേ, എല്ലാ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മഹാനാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അലിയായ പ്രിയപ്പെട്ട അലി എന്ന് മുത്തുനബിക്ക് അറിയാമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുകയാ. അലി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകർ പറയുന്നു, അലിയേ, അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട് അലിയേ, അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട് അലിയേ. ഇന്നലെ ജിബ്രീൽ എന്റെ അടുത്തേക്ക് കടന്നു വന്നു അലിയേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമാനെ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളാണ് അലിയേ, നിങ്ങൾക്ക് സമ്മതമല്ലയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളല്ലേ, എങ്ങനെ സമ്മതം മൂളാതിരിക്കും, എങ്ങനെ സമ്മതം മൂളാതിരിക്കും? അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ പറയുന്നത്. അലിയാര് തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നത്, നബിയേ, ഈ പാവപ്പെട്ട അലിയുടെ കയ്യിലൊന്നുമില്ല നബിയേ, ഈ പാവപ്പെട്ട അലിയുടെ കയ്യിലൊന്നുമില്ല നബിയേ. അതാ അവിടുന്ന് പ്രവാചകർ പറയുന്നു, അലിയേ, ഇത് എന്റെ തീരുമാനം മാത്രമല്ലല്ലോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ച, അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ചിട്ട് പടച്ചവനെ പരിപാലിക്കുന്ന ഏകനായ പടച്ചറബുണ്ടല്ലോ, ആ പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ തീരുമാനമാണെന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൻത അഫ്ളലു അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട വാപ്പയേക്കാൾ എന്റെ ഉമ്മയേക്കാൾ അങ്ങേക്ക് ഞാൻ മഹത്വം കൽപ്പിക്കുകയാണ് നബിയേ, അങ്ങേക്ക് ഞാൻ മഹത്വം കൽപ്പിക്കുകയാണ്, അങ്ങന്റെ പ്രതീക്ഷയാണ് നബിയേ, ഈ ദുനിയാവിലും ആഖിറത്തിലും അങ്ങാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ പടച്ചവനെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിനകത്ത് വല്ലാത്ത സന്തോഷമായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, ഫാത്തിമ, അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, അള്ളാന്റെ കൽപ്പന വന്നിട്ടുണ്ട്, അലിയെ വിവാഹം കഴിക്കാൻ, അലിയെ വിവാഹം കഴിക്കാൻ അള്ളാന്റെ കൽപ്പന കടന്നു വന്നു എന്നതാവിടുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ പടച്ചവനെ ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. എന്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് കണ്ടെത്തി തന്ന എന്റെ പ്രിയപ്പെട്ട വരനാ, എന്റെ പ്രിയപ്പെട്ട അലിയാണല്ലോ. ഫാത്തിമ
ബീവി പടച്ചവനെ അവിടുന്ന് സന്തോഷത്തോടെ നാണം കുണുങ്ങുകയാണോ. ഫാത്തിമ ബീവി സന്തോഷത്തോടെ പടച്ച റബ്ബേ പുഞ്ചിരിച്ചു പോയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് തന്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ഫാത്തിമ ബീവി തന്റെ പ്രിയമുള്ളവരെ വാപ്പ വന്നിട്ട് നമ്മുടെ മക്കളോട് പറയുകയാണ്, മോളെ പിന്നെ ഞാൻ ഇന്ന ഒരു വരനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നവിടുന്ന് പറയുമ്പോ വാപ്പാന്റെ വാക്കുകൾ നിരസിക്കുന്ന മക്കളാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്കുള്ളത്. അങ്ങനത്തെ പെൺമക്കളാണ് നമുക്കുള്ളത്. ഞാനിപ്പോ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരുത്തനുണ്ട്, അവരെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്ന പെൺമക്കളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദബ് നോക്കി, ദീന് നോക്കി, പടച്ച റബ്ബേ സമ്പത്ത് നോക്കിയിട്ടില്ല, ജോലി നോക്കിയിട്ടില്ല, ഒന്നും തന്നെ അവിടുന്ന് നോക്കിയിട്ടില്ല. പടച്ചവനെ അദബും ഈമാനും ഇസ്സത്തുമാണ് അവിടുന്ന് നോക്കിയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ നമ്മുടെയൊക്കെ മക്കളുടെ വിവാഹ പ്രായമെത്തി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വരനെ കണ്ടെത്തുമ്പോ അവന്റെ സൗന്ദര്യം നോക്കുകയാണ്, അവന്റെ പാർപ്പിടം നോക്കുകയാണ്, അവന്റെ സമ്പത്ത് നോക്കുകയാണ്. പടച്ചവനെ ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് പടച്ചവനെ നമ്മളെ വിവാഹം നടത്തുന്നത്. അല്ലാഹ് ദീനുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ എന്റെ വാപ്പാ? അവര് നിസ്കരിക്കുന്നുണ്ടോ, നോമ്പെടുക്കുന്നുണ്ടോ, അമ്മ ചെയ്യുന്നുണ്ടോ? വാപ്പാനെ തെറി വിളിക്കുന്നവനാണോ, ഉമ്മാനെ അനുസരിക്കാത്തവനാണോ? ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ നോക്കുന്നത് സമ്പത്താ, നമ്മൾ നോക്കുന്നത് ജോലിയാണ്. ഉമ്മാതിലല്ല ബർക്കത്തുള്ളത്. ഈമാനുണ്ടോ പൊന്നുപോലെ നിന്റെ പ്രിയപ്പെട്ട മരുമകന്, നിന്റെ മകളെ കെട്ടാൻ പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ദീനുണ്ടടാ, ഈമാനുണ്ടോ എന്നാ നോക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാ നിന്റെ പൊന്നുപോലെ സമ്പത്തില്ലെങ്കിലും ബർക്കത്തിലാണടാ. നമ്മൾ പല പെൺമക്കളും പറയാറുണ്ട്, എനിക്ക് മോലയമാരെ കണ്ടുകൂടല്ലോ, മോലയമാരെ വേണ്ട. അവൻ പള്ളിയിലെ ഖതീബ് എന്ന് പറയുമ്പോ, വരന് കിട്ടുന്ന പുതിയ പള്ളിയിലെ ഖതീബാണെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദ് എന്ന് പറയുമ്പോ, തലപ്പാവ് ധരിച്ചവനാണ്, തൊപ്പി ധരിച്ചവനാണെന്ന് പറയുമ്പോ, അങ്ങനെയുള്ളവർ എനിക്ക് വേണ്ട എന്ന് പറയുന്ന പൊന്നുമോളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, നിന്റെ പൊന്നുമക്കളെ നീ വിവാഹം കഴിച്ചു വിടുമ്പോ ആദ്യം നീ നോക്കേണ്ടത് എന്താണെന്നറിയോ? ദീനുണ്ടോ എന്നാ. ആദ്യം നോക്കേണ്ട കാര്യം എന്താ? ദീനുണ്ടോ എന്നാണ് അല്ലേ? പല പെൺകുട്ടികളും പറയും, മോലേരാണോ എന്ന് എനിക്ക് വേണ്ട അല്ലേ? പൊന്നു മോളെ, ദീനുണ്ടോ നിനക്ക്? നിന്റെ പുതിയാപ്പിളക്ക് ദീനുണ്ടോ എന്നാ നീ രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു മോലേര് കെട്ടിയ പെണ്ണ് വയ്യാരാതെന്ന് പറയാൻ പറ്റുമോ അല്ലേ? ഒന്നോ രണ്ടോ നമ്മൾ കേട്ട് കഴിഞ്ഞാലും എല്ലാ ഭാര്യമാരും സുഖത്തോട് കൂടിയിട്ടായിരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഭാര്യമാരെ അല്ലാഹു തആല നമ്മുടെ സ്വാലിഹത്തായ പെണ്ണുങ്ങളിൽ, സ്വാലിഹായ ഭർത്താക്കന്മാരിലൊക്കെ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രിയമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു പെണ്ണിനെ, ഒരു നിന്റെ മകൾക്ക് നീ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ ആദ്യം നീ അവർക്ക് ദീനുണ്ടോ, അല്ലെങ്കിൽ നാളെ നിന്റെ പെണ്ണ് നിന്റെ വീട്ടിലേക്ക് തന്നെ കടന്നു വരും. അവളുണ്ടാകും നാളെ നീ വാതിൽ തുറന്നു നോക്കുമ്പോ പെട്ടിയും പിടിച്ചിട്ട് നിന്റെ വാതിലിന്റെ മുമ്പിൽ ദീന് വേണം നിന്റെ മരുമകന്, അല്ലെങ്കിൽ പ്രയാസ. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു തആല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അലി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് വിവാഹം കഴിക്കാൻ വേണ്ടി ഫാത്തിമ ബീവി ഒരുങ്ങി. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ് നടക്കുന്നത്. തസവ്വജക അലി റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിവാഹം, ഫാത്തിമ ബീവി വിവാഹം കഴിക്കുന്നത് അലാ 400 മിസ്കാലി മിൻ ഫില്ലത്തിൻ, 400 മിസ്കാൽ വെള്ളിക്കാണ് ഫാത്തിമ ബീവിയെ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ അലി റളിയല്ലാഹു തആല അൻഹു നിക്കാഹ് കഴിക്കുന്നത്. എത്ര? 400 മിസ്കാൽ വെള്ളി. മനസ്സിലായ? തങ്ങൾ ഹിജ്റ പോയിട്ട് 2 വർഷം കഴിഞ്ഞ് റമളാൻ മാസത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ വിവാഹം അവിടുന്ന് നടക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിൽ അവര് വീട് കൂടുകയും ചെയ്തു. നിക്കാഹ് നടന്നു. നിക്കാഹ് നടന്നത് റമളാനിൽ, ദുൽഹിജ്ജ മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ വീട് കൂടാൻ വേണ്ടി കൊണ്ടുപോയി. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ് കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൊന്നുമോളുടെ വിവാഹത്തിന്റെ അന്ന്, ആ വിവാഹത്തിന്റെ അന്ന് പഠിച്ചവനെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും അല്ലെ? നമ്മുടെയൊക്കെ വീട്ടില് ഒരു കല്യാണമാണെന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി ഇപ്പൊ മഞ്ഞ കല്യാണം, ചുവന്ന കല്യാണം അല്ലെ, ഇങ്ങനെ പല പല സംഭവങ്ങളൊക്കെ കല്യാണത്തിന്റെ മുന്നോടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാപ്പയെങ്ങാനും കല്യാണം കഴിഞ്ഞിട്ട്, മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പിരിവിന് വേണ്ടിയിട്ട് ചെന്നാ പറയും, ഉസ്താദേ ഇപ്പൊ എങ്ങനെ ഇപ്പൊ പിരിവൊക്കെ എടുക്കുക? കാരണം എന്താ? മകളെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, വല്ലാത്ത നഷ്ടത്തിലാണ്. മോനെ നഷ്ടം വെച്ചിട്ടാ കല്യാണം നടത്തുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വേണ്ട, നഷ്ടം വെച്ചിട്ട് നീ കല്യാണം നടത്തരുത്, ആർഭാടമായിട്ട് നടത്തുക. കാരണം എന്താ? അപ്പുറത്തോന്റെ കല്യാണം നടന്ന ഇതിലേറെ ആർഭാടത്തിലാണ്, അപ്പൊ എന്റെ മകളത് അതിലേറെ നടക്കണല്ലോ എന്നുള്ള ചിന്ത, അത് നിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തും. അത് ചെയ്യരുത്. അല്ലാഹു ബോധം നൽകട്ടെ. നമ്മുടെ മക്കളുടെ കല്യാണം നടത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട്, കയ്യിലുള്ള പണം മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ടല്ല കല്യാണം നടത്തേണ്ടത്. നീ സമ്പാദിച്ചതെല്ലാം വാരിക്കൂട്ടി ചെലവഴിച്ചിട്ടല്ല നടത്തേണ്ടത്. നിനക്ക് ബന്ധപ്പെട്ടവരൊക്കെ നീ വിളിച്ചോ, അത് പല പല ഡെക്കറേഷനുകളും നിന്നൊക്കെ ചില കല്യാണങ്ങളിലേക്ക് ചെന്ന അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പടച്ചുറപ്പെ ലക്ഷങ്ങൾ വില വരുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരുപാട് ദൂരത്ത് വരികയാണ് അല്ലെ? ഭക്ഷണങ്ങൾ പല പല ഇനങ്ങളുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ അവസാനം പടച്ചുറപ്പെ വല്ല ഓർഫനേജുകളിൽ, യതീംഖാനകളിൽ, പള്ളി ദർസുകളിലേക്കൊക്കെ വിളിക്കാണ്, ഞങ്ങൾ അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരട്ടെ, കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ പല പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ അവസാനം വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണങ്ങള് അല്ലെ, പാവപ്പെട്ടവർ പാർക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക ഭക്ഷണങ്ങള്, അങ്ങനൊക്കെ അവസ്ഥകളിലേക്ക് എത്തുകയാണ്. എത്രയോ വാപ്പമാരെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് പണം നഷ്ടപ്പെട്ട് കുടുങ്ങിയിട്ടുണ്ടെന്നറിയോ, കടത്തിലായിട്ടുണ്ടെന്നറിയോ? അല്ലാഹു തആല ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അത് നമ്മൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ കല്യാണത്തിന്റെ അന്ന് അല്ലാഹുവേ പടച്ചറബ്ബേ, കല്യാണം ഇങ്ങനെ നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരയുന്നുണ്ട്. എന്തിനാ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുന്നുണ്ട്? അതാ അവിടുന്ന് പുന്നാര നബി തങ്ങൾ കരയുന്നത് എന്തിനാ? പടച്ചറബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഇതെല്ലാം കാണാനും കൊള്ളാനും ഇതെല്ലാം കേൾക്കാനും എന്റെ കൂടെ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. പടച്ചറബ്ബേ, അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് റസൂലുള്ളാഹി കരയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖവർഷം എന്ന് തന്നെ പറയുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഒന്ന് ഖദീജ ബീവിയുടെ വഫാത്തല്ലേ റസൂലുള്ളാഹിനെ വല്ലാതെ വേദനിപ്പിച്ച, അവിടുന്ന് സങ്കടപ്പെടുത്തിയ പടച്ചറബ്ബേ ഒരു സമയമാണ് ഖദീജ ബീവിയുടെ വേർപാട്. ആ ഖദീജ ബീവി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെത്ര നന്നായിരുന്നു അല്ലാഹ് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവാചകർ അവിടുന്ന് കരയുകയാണ്. പടച്ചവരെ, ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് തപസ്സിരുന്നപ്പോൾ എന്റെ അടുത്തേക്ക് കല്ലുകളെ മുഴുവനും ധന്യമാക്കിക്കൊണ്ട് ചവിട്ടിക്കൊണ്ട്, പ്രായം നോക്കാതെ, അല്ലാഹുവേ വിഷമങ്ങൾ നോക്കാതെ, രോഗങ്ങൾ നോക്കാതെ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്ന മഹതിയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ എല്ലാമായിരുന്നു ഖദീജ. പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് സമ്പത്ത് മുഴുവനും ചെലവഴിച്ച മഹതിയാണ് ഖദീജ എന്ന പടച്ചറബ്ബേ മനസ്സിലേക്ക് കടന്നു വന്നപ്പോ ഖദീജ ബീവിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാ കരയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കാണുന്നില്ല. പടച്ചവനെ, ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ.
അല്ലാഹുവേ, ഏതൊരു പൊന്നുമോളും ആഗ്രഹിക്കുന്നതാണ് പടച്ചവനെ കല്യാണ പന്തലിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യെ പിടിച്ചിറങ്ങുമ്പോ ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഉമ്മാക്കൊന്ന് ചുടുചുംബനം കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട വാപ്പാനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് വാപ്പാക്കൊരു മുത്തം കൊടുക്കണം. ഇത്താക്കമാരെ ഇത്താത്തമാരെ കൊച്ചനുജന്മാരെ കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം കൊടുക്കണം എന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാ. ഉമ്മ പുണരുവാൻ കൊതിച്ചു പോയി, വെൺമുഖം കാണാൻ മറഞ്ഞു പോയി, നന്മ നിറച്ചവർ പിരിഞ്ഞു പോയി, എന്നും ഹൃദയത്തിൽ പതിഞ്ഞു പോയി. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പഠിച്ച റബ്ബേ ഒന്ന് വാരി പുണർന്നിട്ട് മുത്തം കൊതിക്കാൻ, മുത്തം കൊടുക്കാൻ അങ്ങ് കൊതിച്ചു പോയ സമയമാണ്. അല്ലാഹുവേ, ആ പവിത്രമായ എന്റെ മാതാവിന്ന് മറഞ്ഞു പോയിരിക്കുകയാ. പഠിച്ച റബ്ബേ, നന്മ എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നവരാണ് എന്റെ ഉമ്മ. ഖദീജ ഉമ്മ പിരിഞ്ഞു പോയല്ലോ. ആ ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദന ആലോചിച്ചുകൊണ്ട് കരയുകയാണ് ഫാത്തിമ ബീവി. അല്ലാഹുവേ, ഈ കരയുന്ന രംഗം റസൂലുള്ള കരയുന്നുണ്ട്, ഫാത്തിമ ബീവി കരയുന്നുണ്ട്. അല്ലാഹ് പടച്ചവനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചവനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. പടച്ചവനെ, എന്തൊരു അത്ഭുതമായിരുന്നു, എന്തൊരു വല്ലാത്ത അത്ഭുതമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കാൻ. ഇവർ തമ്മിലുള്ള വല്ലാത്ത ബന്ധമാണിത്, ഇവർ തമ്മിലുള്ള വല്ലാത്ത ബന്ധമാണ്. ഖദീജയും മുത്തുനബിയും ഫാത്തിമ ബീവിയും തമ്മിലുള്ള വല്ലാത്ത ബന്ധമാണ് അവിടെ കാണുന്നത്. അവിടെ നിന്നതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, ഞാനൊരു പാട്ട് പാടട്ടെയോ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന പടച്ചവനെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തുനബിയുടെ മുമ്പില്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പില് ഖദീജ ബീവിയോട് പാട്ട് പാടുകയാണ്. സിനിമ പാട്ടല്ല ഉമ്മ, ഡിജെ പാട്ടല്ല ഉമ്മ. പൊന്നുമോളുടെ കല്യാണം കടന്നു വരുമ്പോ, മകന്റെ കല്യാണം വരുമ്പോ പടച്ചവനെ ആടിത്തിമിർക്കുന്ന എത്രയോ പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, പ്രായം ചെന്ന വാപ്പമാരുണ്ട്. പടച്ചവനെ അവിടുന്ന് ആടിത്തിമിർത്തുകയാണ്, ആടിക്കളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് നടക്കുമ്പോ അവിടെ സിനിമ പാട്ട് കൊടുത്തിട്ട്, ഡിജെ കൊടുത്തിട്ട്, ഗാനമേള കൊടുത്തിട്ട് ആ സുന്നത്തിന്റെ മഹത്വം അവിടുന്ന് കളയുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പില്, അല്ലാഹ് ഫാത്തിമ ബീവിയുടെ മുമ്പില് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പാടുകയാണ്, സിർനാ ബിഹാ ഫല്ലാഹു അഅതാ ദിക്റഹാ വഖസ്സഹാ മിൻഹു ബിതഗ്രി താഹിരി. അല്ലാഹ്, ആരെയാണ് ഞങ്ങൾ ഇവിടെ ആലയിക്കുന്നത്? ഞങ്ങൾ കൊണ്ടുവരുന്നത് ആരെയാണ്? ഞങ്ങൾ ഇവിടെ നിക്കാഹ് കഴിച്ചു വിടുന്നത് ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വരെ ശുദ്ധമാണെന്ന് പറഞ്ഞ, തഹൂറാണെന്ന് പറഞ്ഞ മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഈ മഹദിയാണ് പടച്ചവനെ എന്ന് ഫാത്തിമാനെ പുകഴ്ത്തുകയാണല്ലോ. എന്ന് ഫാത്തിമ ബീവിയെ പുകഴ്ത്തിക്കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അതാ അവിടുന്ന് ആയിഷ ബീവി പാട്ട് പാടുകയാണ്. അങ്ങനത്തെ പാട്ട് അവിടുന്ന് പാടി കല്യാണം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് കാണാൻ, എന്റെ പൊന്നുമോളായ ഫാത്തിമാനെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് കടന്നു ചെല്ലുകയാണ്. എപ്പോഴും അവിടുന്ന് കടന്നു ചെല്ലും ഫാത്തിമ ബീവിയെ കാണാൻ. എന്റെ പൊന്നുമോളല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ചെല്ലുമ്പോ ഫാത്തിമ
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നില്ല. പടച്ചവനെ ഒരുപാട് അന്വേഷിച്ചു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമായി. എവിടെയാണ് എന്റെ പൊന്നുമോൾ? അല്ലാഹ്, എന്റെ പൊന്നുമോൾ എവിടെയാണെന്ന് വിഷമത്തോട് കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന റസൂൽ പടച്ച റബ്ബേ ഇങ്ങനെ നോക്കുമ്പോ ഫാത്തിമ നിലത്തിങ്ങനെ കിടക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കിടക്കുന്നത് കണ്ടപ്പോ പടച്ചവനെ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. എന്റെ പൊന്നുമോള് പടച്ചവനെ ഇങ്ങനെ കിടക്കുന്നത് എന്താ എന്ന് ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹ് ഇങ്ങനെ തൊട്ടു നോക്കുമ്പോ ഫാത്തിമ ബീവിക്ക് വല്ലാത്ത പനിയാണ്. പനിച്ചിങ്ങനെ വിറക്കുകയാണ്. വല്ലാത്ത ചൂടാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ പനി വന്നിരിക്കുകയാണ് നബിയേ, പനി വന്നിരിക്കുകയാണ് നബിയേ. അല്ലാഹുവേ, റസൂലുള്ളാഹ് വേഗം കടന്നു ചെന്നിട്ട് അല്ലാഹു ഒരു ഗ്ലാസ് വെള്ളം എന്റെ പൊന്നുമോൾക്ക് എടുത്തു കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് റസൂലുള്ളാഹ് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അവിടെ നോക്കുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കാണുന്നില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഏകദേശം 600ഓളം വരുന്ന എന്റെ പ്രിയപ്പെട്ട മറ്റു മുഅ്മിനീകളോടൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമില്ലാത്ത ദിവസമുണ്ടായിട്ടുണ്ടോ? ഇതാണ് സ്വർഗീയ റാണിയായ ഫാത്തിമ ബീവിയുടെ ജീവിതം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ പടച്ചവനെ ഒരു തുള്ളി വെള്ളം പോലുമില്ല, ഒരു കാരക്കയില്ല, ഒന്നുമില്ലായിരുന്നു ഫാത്തിമ ബീവിയുടെ വീട്ടില്. നമുക്ക് അങ്ങനത്തെ അവസ്ഥ കടന്നു വന്നിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഫാത്തിമ ഇവിടെ ഒന്നുമില്ലയോ ഫാത്തിമ? ഇതങ്ങ് ചോദിക്കുമ്പോ റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ ഞാനും എന്റെ കുടുംബവും ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി നബിയേ, ഞങ്ങൾ പട്ടിണിയിലാണ് നബിയേ, വല്ലാത്ത പട്ടിണിയാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, പടച്ച റബ്ബേ കണ്ണുനീരോട് കൂടി ഫാത്തിമാനെ ഇങ്ങനെ നയിപ്പിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഫാത്തിമ മറിയം ബീവി അറിയില്ലേ ഫാത്തിമ? ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹതിയാണ് മറിയം. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹു തആല ഗർഭിണിയാക്കി. എല്ലാവരും പറഞ്ഞു വ്യഭിചരിച്ച പെണ്ണാണ് ഫാത്തിമ മറിയമെന്ന്. ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ വീട്ടുകാര് കൂട്ടുകാര് എല്ലാവരും അവിടുന്ന് ആട്ടിയോടിച്ചപ്പോ അഭയം കൊടുത്തത് പടച്ച തമ്പുരാനല്ലേ. അതുകൊണ്ട് വിഷമിക്കണ്ട ഫാത്തിമ, എത്ര തന്നെ വിഷമങ്ങൾ കടന്നു വന്നാലും നിന്റെ മുമ്പിലിതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിന്റെ മുമ്പിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സഹായം കടന്നു വരും ഫാത്തിമ. നീ എന്റെ പെണ്ണ് മാത്രമല്ല ഫാത്തിമ, ലോകത്തിന്റെ നായകന്റെ പെണ്ണുമോളല്ല ഫാത്തിമ. അത് മാത്രമല്ല ഫാത്തിമ, ഈ മക്കയുടെ റാണിയാൽ മാത്രമല്ല ഫാത്തിമ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ട പെണ്ണ് നീയാ. സയ്യിദത്തുൽ നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ സ്വർഗീയ ഹൂറിമാരുടെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ അവിടുത്തെ നേതാവാണ് ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആശ്വസിപ്പിക്കുകയാണ്. ആ പൊന്നുമോളെ, നീ ഇവിടെ പട്ടിണിയാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോരൂ. എന്റെ വീട്ടിൽ ഒരുപാട് സമ്പത്തുണ്ടെന്ന് പറയാൻ നബിയുടെ കയ്യിലൊന്നുമില്ല. നമ്മുടെയൊക്കെ മക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ കാറിന്റെ ഡിക്കി തുറന്നിട്ട് പഴങ്ങളും വസ്ത്രങ്ങളും പടച്ചവനെ ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും എടുത്തിട്ട് പൊന്നുമോടെ വീട്ടിനകത്തേക്ക് കൊണ്ടുകൊടുക്കുന്ന വാപ്പമാരല്ലേ ഉമ്മമാരല്ലേ നമ്മള്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ അതൊന്നുമില്ല ഉമ്മ. ഫാത്തിമ ബീവിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹിന്റെ ജീവിതവും അങ്ങനെയായിരുന്നു. പടച്ചവനെ അല്ലാഹുവേ, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കൽ ഇങ്ങനെ പട്ടിണിയാണ്, വിഷമമാണ്. ഓരോ വീടുകളിലൂടെ ഇങ്ങനെ കടന്നു ചെന്നു.
തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീട്ടിൽ ചെന്നു. പടച്ചവനെ, എന്റെ മരുമോന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ. ഭാര്യമാരുടെ വീട്ടിൽ ചെന്നു, ഒന്നുമില്ല. റസൂലുള്ളാഹി താമസിക്കുന്നിടത്ത് ഒന്നുമില്ല. അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കൊണ്ട് കടന്നു ചെന്നപ്പോ പടച്ചവനെ, അവിടെ ചെന്നിട്ടും ഒന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രമൊന്ന് കേട്ട ഉമ്മ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടത്തോട് കൂടി ഫാത്തിമാന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ, ഭക്ഷണം കഴിച്ചിട്ടില്ല ഫാത്തിമ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ, ഇവിടെ ഒന്നുമില്ല നബിയേ, പട്ടിണിയാണ് നബിയേ, ഒന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടത്തോടെ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. റസൂൽ ഇങ്ങനെ കടന്നു ചെന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അയൽപക്കത്ത് നിന്നൊരു സ്ത്രീ അതാ 2 പത്തിരി കൊടുക്കുകയാണ്. ഫാത്തിമ, കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, പടച്ചവനെ, ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? ഫാത്തിമ ബി ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? നമ്മളെ വീട്ടിൽ നമ്മൾ അങ്ങനെ കടന്നിട്ടുണ്ടോ എന്റെ പ്രിയമുള്ളവരെ? ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ അതാ ഇവിടുന്ന് ഹസൻ ഹുസൈൻ തങ്ങളെ വിട്ടിട്ട് പറയുന്നു, നിങ്ങൾ നേരെ പോയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് വാ. ഒരു പിതാവ് എന്നതിന്റെ പുറമെ ലോകത്തിന്റെ പ്രവാചകൻ എന്ന സ്ഥാനമായിരുന്നു ഫാത്തിമ ബീവിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സങ്കടത്തോടെ ഇറങ്ങിപ്പോയതല്ലേ, ഒന്ന് വിളിച്ചിട്ട് വരണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് വരികയാണ്. പടച്ചവനെ, റസൂലുള്ളാഹി കടന്നു വന്നു. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട പേരമക്കളുടെ കൈയെ പിടിച്ചിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ കടന്നു വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അതിട്ടിരുന്ന പാത്രമുണ്ടല്ലോ, വെറും 2 പത്തിരി ഇട്ടിരുന്ന പാത്രമതാ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് അങ്ങ് വെക്കുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ഫാത്തിമ, ആ പാത്രം ഒന്ന് തുറക്കണേ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പത്തിരി ഇട്ടിരുന്ന പാത്രം അങ്ങ് തുറക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ പാത്രം നിറച്ച് പത്തിരിയാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, അതിനകത്ത് മാംസമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അത്ഭുതപ്പെട്ടു പോയി, വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. റസൂലുള്ളാഹി ചോദിക്കുകയാണ്, മോളെ ഫാത്തിമ, ഇതെവിടുന്നാണെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി എവിടുന്ന് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല ഭക്ഷണത്തിൽ വിശാലത കൊടുക്കുമല്ലോ. ഇതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായിട്ടിരിക്കുന്നവരുടെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത കൊടുക്കും, ബറക്കത്ത് കൊടുക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടുകൊണ്ട് പറയുന്നു, ഫാത്തിമ, അൽഹംദുലില്ലാഹ്, 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 ഇന്നഹാ ബറകത്തും മിനല്ലാഹ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഭക്ഷണത്തിലുള്ള കുടുംബത്തിലുള്ള ബറക്കത്ത് അല്ലാഹു തആല നിലനിർത്തട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണത്തിൽ വിശാലത കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാല്? എന്താ പറഞ്ഞ? കുറെ ഭക്ഷണം ഉണ്ടാവലാണോ? അല്ല, നമുക്ക് ജോലി ഉണ്ടാകും, നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് സമ്പത്ത് അറിയാതെ എത്തും, അല്ലേ? ഇവിടെ നമുക്ക് മഹാന്മാരാണ്, മുത്തുനബിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ബർക്കത്ത് നേരിട്ട് കാണിച്ചു കൊടുക്കും, അല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വന്നപ്പോ ഒന്നുമില്ല കൈയിനകത്ത്. പടച്ച റബ്ബേ, പട്ടിണിയാ. അവിടുന്ന് 2 പത്തിരി അയൽപക്കക്കാരി കൊണ്ടു കൊടുത്തു. റസൂലുള്ളാഹിനെ വിളിച്ചു കൊണ്ടുവന്നു. ആ പാത്രത്തിൽ എനിക്ക് എന്റെ പ്രിയമുള്ളവരെ അടച്ചു വെച്ച പാത്രം ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അല്ലാഹുവേ, പടച്ച റബ്ബേ, അതിനകത്ത് ഇറച്ചിയും പത്തിരിയും നിറഞ്ഞു നിൽക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കാം, ഫാത്തിമ, എന്താണിത്? ഫാത്തിമ ബീവി കാര്യം പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നഹാ ബറകത്തും മിനല്ലാഹ്. അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ, ബറക്കത്തിന് അല്ലാഹ് നിലനിർത്തട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമയുടെ ജീവിതം മനസ്സിലായോ? പട്ടിണിയാ എന്നെങ്കിലേ കിട്ടത്തുള്ളൂ.